വാ 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 കുടിക്കേ കുടിക്കേ. ആശാനെ, നാട്ടുകാരെ പേടിച്ച് അച്ചു നാട്ടിൽ നിന്ന് മുങ്ങിയെന്നൊരു ന്യൂസ് കേട്ടല്ലോ. അച്ചു മുങ്ങിയാലേ ഞങ്ങളിവിടെ പണയം വെച്ച സ്വർണത്തിന് ആശാൻ സമാധാനം പറയേണ്ടി വരും. ഇതിപ്പോ നാട്ടുകാരുടെ മൊത്തം ഒരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കാം. ഞാനാ അതിന്റെ കൺവീനർ. ഓഹോ, അതിനും നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയോ? നല്ല കാര്യം. അച്ചു എങ്ങോട്ട് മുങ്ങിയൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പോയതാ. ഇന്നോ നാളെയോ അവർക്ക് എത്തും. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് നഷ്ടപ്പെട്ട സ്വർണത്തിന് ഞങ്ങളൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച പണവും പലിശയും കഴിച്ചിട്ടുള്ള കണക്കാ. 1,40,000 രൂപ തന്നാലേ അച്ചുവിന് ഞങ്ങളോടുള്ള ബാധ്യത തീരൂ. ആശാൻ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. വല്ലതും നടക്കുവോ? സ്വർണമെല്ലാം റെഡി ആയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ ആർക്ക് വേണമെങ്കിലും വന്ന് പണയപ്പണ്ടങ്ങൾ എടുപ്പിക്കാം. അല്ലെങ്കിലും അച്ചു അങ്ങനെ നെരുവേട് കാണിക്കൂല, ഞങ്ങൾക്കറിയാം. നമ്മുടെ കാശും വെച്ചോണ്ട് കിടന്ന് ഉറങ്ങുന്ന എന്റെ മുടിന്ന് വിടുവന്നെ തലയെത്തിയെന്ന് പറയാൻ വിളിച്ചതാ. സത്യം പറഞ്ഞ ഇപ്പഴാ ടെൻഷൻ മാറിയത്. ഏതായാലും കാര്യമൊക്കെ ഭംഗിയായല്ലോ. ഒരു കുടുംബം തകരാൻ പോകുന്നു. മോള് ഏതാ? ഇവര് താലി കെട്ടിയ പൊണ്ടാട്ടി. പറഞ്ഞ പോലെ സംഭവിച്ചു. അത് ജനിച്ചപ്പോഴേ സ്പീക്കർ കത്തിപ്പോയതാ. ഭാര്യ അകത്ത് പോയി തൂങ്ങി ചാന്നതിന് മുമ്പ് വേഗം പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഒരുമാതിരി പൊട്ടന്മാരെ പോലെ പെരുമാറല്ലേ. அந்த பொண்ணாണ് இந்த ஆளிന്റെ ஒரிஜினல் பொண்டாட்டி. என்ன சொல்றீங்க? உண்மையை சொல்றேங்க. എടാ ചന്ദ്ര, കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു രണ്ടാമത് കെട്ടിയാണല്ലേ ഈ പെണ്ണിനെ? താനെന്താ രണ്ടാം കെട്ടിന് സദ്യ ഉണ്ണാൻ വന്നതാ? പോടോടുന്നു. സ്വർണ്ണം നാളെ തരാന്ന് പറഞ്ഞില്ലേ? എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. പൊള്ളാച്ചെന്ന് കെട്ടിയതാണെന്നോ? തല്ലിക്കോ തല്ലിക്കൊന്നു തന്നെ. അച്ചൂട്ടൻ കാണിച്ച ഏതായാലും മോശമായിപ്പോയി. അപ്പുവേട്ടൻ അപ്പുവേട്ടന്റെ ഭാര്യയാണോ അത്? ചേച്ചി അത് അപ്പുവേട്ടന്റെ ഭാര്യയാണെന്ന്. ആശാനെ, അടുത്ത പാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണാ. ധാരികനായിട്ട് ഇവനും കറക്റ്റാ. എക്സ്പ്രഷൻ കണ്ടില്ലേ? ഓ മോളെ, അവനെ വധിക്കണ്ട, വിട്ടേക്ക്. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഏട്ടന്റെ അമ്മ പോലെയാണ്. ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കയറി ആമാത്തു. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. ചന്ദ്രന് കൂടെ ഉണ്ടായിരുന്നു. സംശയം ഉണ്ടായി ചോദിച്ചോ. അതായത് പിടിയും വലി ഉണ്ടായപ്പോ ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാ. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടൊന്നുമല്ല. എനിക്ക് ഫാമിലി പോലും ഇല്ല. உங்க புள்ள எம்ஜிஆர் படம் மாதிரி டபுள் ரோல்னு நான் நினைக்கவே இல்ல. டேய், ஒரிജിനൽ എങ്ങടാ? ഞാൻ എടുത്തില്ല. എൻ പുരുഷൻ എങ്ങടാ? പൊള്ളാച്ചിലുണ്ടാവും. മോള് വിഷമിക്കണ്ട. നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പോലെ അവനിങ്ങെത്തും. ഏതായാലും നീ വലതുകാല വെച്ചുകയറിയുടെ കുടുംബത്തെ തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ എവിടെ ഉണ്ടെങ്കിലും ഈ അളിയൻ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവന്ന് തരും.
എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കും. ആ കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാ കൊണ്ടുവന്ന് തരും. അപ്പോണ്ണം തന്ന പണമെല്ലാം ബാഗിലുണ്ടല്ലോ. എന്നാ പിന്നെ മോള് വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് കേറിക്കോളൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അച്ചോട്ടൻ തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ? നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത്. എവിടെ ഓടുന്നു? എടാ നീ വന്നേ. അപ്പൂനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ പെങ്കൊച്ച് സ്വർണവും പണവും തരാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. വാ. ആ വാടാ. വാങ്ങപ്പാ. മോള് ഈ ആഭരണങ്ങളൊക്കെ ഊരി അച്ചൂന് കൊടുക്ക്. இந்த ஆர்னமெண்ட்ஸ் எல்லாம் ரோல்டு கோல்டு தான். ஒரிஜினல் கோல்டு உள்ள இருக்கு. ஒரு நிமிஷம். இது கோல்டு, இது கேஷ். അല്ല ഇതേ ഉള്ളൂ. இதா மாமா பிறந்த நாளைக்கு கிஃப்டா தந்த கேஷும் கோல்டும். இந்த கேஷ் பட்டு சேலை வாங்குறதுக்கு எனக்கு கொடுத்தாரு. பரவாயில்ல, எடுத்துக்கோ. உங்க ப்ராப்ளம்ல முடியட்டும். എടാ ഞാൻ ആ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ നീ കേട്ടില്ല. നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ? പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അണ്ണന്റെ ഭാര്യ നീ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവോ? ഇല്ല. ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഏതായാലും അച്ചു ചെയ്തത് ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്നേ ഞാൻ പറയൂ. എന്തുപകാരം? കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു തേൻമൊഴിയെ രണ്ടാമത് കെട്ടിയെന്ന നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത്. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ വെറുതെ എരുതി എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ. അവൻ എന്ത് പോക്കൃത്തരം കാണിച്ചാലും ന്യായീകരിക്കാൻ ആളുണ്ട്. നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളൻ എന്ന ചീത്തപ്പേരെ ഈ അപ്പുന. അപ്പുന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കുണ്ട് കുറച്ച് നാണക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ നാട്ടിൽ ചെന്ന് രണ്ടും കൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ. അതിന് തന്നെയാ പോകുന്നത്. എന്നെ കള്ളനാക്കിട്ട് എന്റെ പെണ്ണിനെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയതിനെ പിന്നെ ഞാൻ വെറുതെ വിടണം? ചെല്ലുന്നുണ്ട്. ഞാൻ ഇവിടെ നിറങ്ങിയാൽ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത്.